ഇന്നും പതിവ് പോലെ നടക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇന്ന് നെയ്മീൻ പാര നല്ല നെയ്യുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ നെയ്മീൻ പാര ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മത്തിയുടെ നല്ല കുറേ മുട്ടയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയായതുകൊണ്ട് തന്നെ ഇതുപോലെ മുട്ടയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അവർ വെച്ചേക്കാറുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതായിട്ടോ മുട്ട, കാശൊന്നും കൊടുത്ത് വാങ്ങിച്ചതല്ല. നല്ല നെയ്മത്തി ആയതുകൊണ്ട് അത് നല്ല കുടംപുളിയൊക്കെ ഇട്ടാണ് കറി വെക്കണത്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ തേങ്ങ അരച്ച കറി വളരെ കുറവായിട്ടാണ് ഉണ്ടാക്കുക. മീൻകറി എപ്പോഴും ഇതുപോലെ നല്ല എരിവായിട്ട് കുടംപുളിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ്. നെയ്മീൻ പാരയുടെ 2 തലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മത്തിയുടെ കൂട്ടത്തിൽ ആ ഒരു തലയും കൂടി ഇട്ടിട്ടുണ്ട് കറി വെക്കാനായിട്ട്. പിന്നെ മത്തിയുടെ മീൻമുട്ടയിലേക്ക് കുറച്ച് ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നന്നായിട്ട് കൈവച്ച് ഞെരടി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം മീനെടുത്ത് മോനായിട്ട് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തിക്കറിയോട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത അതേ പാനിലേക്ക് ഞാൻ അടചുടുന്ന പോലെ തന്നെ മീൻമുട്ട ഇതുപോലെ ഞാൻ പരത്തി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഞാൻ എപ്പോഴും മീൻമുട്ട റെഡിയാക്കാറ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പകുതി എൻ്റെ വായിലോട്ടാണ് പോകുന്നത്. ഇതുപോലെ മീൻമുട്ട ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല കുത്തരി ചോറും ക്യാബേജ് തോരനും മീൻ കറി പിന്നെ മീൻമുട്ട ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതുമാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലഞ്ചായിരുന്നേ.